കേരളത്തിൽ ഇപ്പോഴും തിയേറ്ററുകൾ നിറഞ്ഞ് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും. കുടുംബകഥ പറയുന്ന ചിത്രത്തിൽ വില്ലനായി എത്തിയത് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായ പ്രകാശ് വർമ്മയാണ്. ഇപ്പോഴിതാ പ്രകാശ് വർമ്മയെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിനോട് പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവായ രഞ്ജിത്ത്. സിനിമയിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഭീകര ബഡ്ജറ്റിൽ ചെയ്ത സിനിമയല്ല തുടരും. അന്ന് വില്ലൻ വേഷം ചെയ്യാൻ പ്രകാശ് വർമ്മയെ സമീപിച്ചിരുന്നു. അഭിനയിക്കാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു. കാരണം മോഹൻലാലിനും ശോഭനയ്ക്കുമെതിരെയാണ് അഭിനയിക്കേണ്ടത്. താൻ വന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് പ്രകാശ് വർമ്മ എന്നോട് പറഞ്ഞിരുന്നു. സിനിമയുടെ ആകർഷണത്തിന് വേണ്ടിയാണ് പ്രകാശ് വർമ്മയെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ വച്ച് ഞങ്ങൾ ഒരു ടെസ്റ്റ് വീഡിയോ എടുത്തിരുന്നു. അത് മോഹൻലാലിന് അയച്ചു കൊടുത്തു. ലാലേട്ടൻ വരെ അതിശയിച്ചുപോയി. എല്ലാം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ലാലേട്ടൻ. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അധികം ആരോടും പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നയാളാണ് ലാലേട്ടൻ. നമ്മൾ ചില കാര്യങ്ങളിൽ കളിയാക്കിയാലും അദ്ദേഹത്തിന് പരാതികളില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. സിനിമയിൽ വിജയ് സേതുപതിയുടെ ചിത്രങ്ങൾ ഫ്ലാഷ് ബാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും സംവിധായകരായിരുന്നുവെങ്കിൽ വിജയ് സേതുപതിക്ക് പകരം പ്രഭുവിനെയോ ശരത്കുമാറിനെയൊക്കെ ആവും ഉപയോഗിക്കുക. അവിടെയാണ് തരുൺമൂർത്തി വിജയ് സേതുപതിയുടെ ഫോട്ടോ ഉപയോഗിച്ചത്. അത് തരുണിന്റെ ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നമുക്ക് അടുത്ത ബന്ധമുള്ള ഒരാളാണ് വിജയ് സേതുപതി. ഇക്കാര്യം ഞങ്ങൾ വിജയ് സേതുപതിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതുവരെയായിട്ടും ലാലേട്ടനോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫോട്ടോയെങ്കിലും അഭിനയിക്കട്ടെയെന്നായിരുന്നു. ഈ സിനിമയുടെ റീമേക്ക് വന്നാലും മറ്റൊരു നടനും മോഹൻലാലിന് പകരമായി അഭിനയിക്കാൻ സാധിക്കില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. ദേശീയ അംഗീകാരങ്ങൾ നേടിയ ആട്ടം എന്ന ചിത്രത്തിനു ശേഷം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂക്ക നായകനായി എത്തുന്നു. ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് വിശ്രമത്തിലുള്ള മമ്മൂക്കയെ കാത്തിരിക്കുന്ന പ്രധാന പ്രൊജക്ടുകളിൽ ഒന്നാണ് ഈ ചിത്രം. വീണ്ടും യുവ സംവിധായകനുമായി മമ്മൂക്ക കൈകോർക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ആനന്ദ് ഏകർഷിയുടെ അരങ്ങേറ്റ ചിത്രമായ ആട്ടം കണ്ടിഷ്ടപ്പെട്ട മമ്മൂക്ക ചിത്രത്തിന്റെ അണിയറക്കാരെ നേരിട്ട് അഭിനന്ദിക്കാൻ തന്റെ വീട്ടിലേക്ക് മുമ്പ് ക്ഷണിച്ചിരുന്നു. വിനയ് ഫോർട്ട്, കലാഭവൻ, ഷാജോൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രത്തിന് 3 ദേശീയ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. 2023 തിരുവനന്തപുരത്ത് സമാപിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രങ്ങളിലൊന്നാണ് ആട്ടം. മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിന് ലഭിച്ച സമാനമായ സ്വീകരണമാണ് മേളയിൽ ആട്ടത്തിനും ലഭിച്ചത്. മേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ചിത്രത്തിന് ലഭിച്ചിരുന്നു. സമകാലിക മലയാള സിനിമ വിഭാഗത്തിലായിരുന്നു ചിത്രം മേളയിൽ പ്രദർശിപ്പിച്ചത്. ഒരേ സമയം പൊളിറ്റിക്കലും ത്രില്ലറുമായ ആട്ടം കെ.ജി. ജോർജിന്റെ യവനികയ്ക്കു ശേഷം നാടകത്തിനുള്ള അന്തർനാടകങ്ങളെ മനോഹരമായി അവതരിപ്പിച്ച ചിത്രമാണ്. ഇന്ത്യൻ പനോരമയിൽ ഉദ്ഘാടന ചിത്രമായും ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം ഷെഡ്യൂൾ ബ്രേക്കായി. ഈ മാസം അവസാനം തുടർ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിക്കും. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്നും അപേക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.